വീട്ടിൽ ആരും ഇല്ലാണ്ട് ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ളൊരു ത്വര എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഇന്ന് ഒരു മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ചട്ടി ചൂടാക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉലുവ ഇടുക, അത് ഞാൻ കുറച്ച് കടുക് ഇടുക, പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കറിവേപ്പില ഇടുക. അത് കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കി വെച്ചിട്ടുണ്ട്, അത് അരിഞ്ഞ് വെച്ചത് ഇടുക. കറക്റ്റ് 2 പാകത്തിന് തന്നെ ഇടുക. പാകം നോക്കി ഇടുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പച്ചമുളക് വെച്ചിട്ടുണ്ട്, അതിടുക. അത് കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കണ ചെറുള്ളി ഇടുക. അത് കഴിഞ്ഞ് നന്നായിട്ട് അടി പിടിക്കാണ്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കണ തക്കാളി ഉണ്ട്, തക്കാളി ഒരു 2 തക്കാളി ഉണ്ടാവും, അതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം ഇതിൻ്റെ പുളിയുണ്ട്. ഒരു 3/4 ഗ്ലാസ് പുളിവെള്ളം എടുത്തിട്ടുണ്ട്, പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് മൂടി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ തിളച്ചെന്ന് സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ കഷ്ണം, ഇത്തിരി വലിയ സൈസുള്ള മീൻ കഷ്ണമാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, മീൻ കഷ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് തിളയ്ക്കാനായിട്ട് പിന്നെയും വെച്ച് കൊടുക്കുക, മൂടി വയ്ക്കുക. അത് കഴിയുമ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് വേറെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സവാള വട്ടത്തിലരിഞ്ഞതും, പിന്നെ കുറച്ച് വറ്റൽമുളക് കിട്ടുകയാണെങ്കിൽ വറ്റൽമുളക് 2 ഇട്ടാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിയായിട്ട് കിട്ടുകയാണെങ്കിൽ അതും ഇടാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക, ഒരു ബ്രൗണിഷ് കളറാണ് വരെ വഴറ്റി കൊടുക്കുക. അത് ഇനി നമ്മുടെ അപ്പുറത്ത് നിന്ന് തിളയ്ക്കണ കൂട്ടാനിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കറി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഞാൻ വിചാരിച്ചത്, നന്നായിട്ട് എൻ്റെ ആദ്യത്തെ ട്രൈ ആയിരുന്നു ഇങ്ങനൊരു ടൈപ്പ് ഫിഷ് കറി, അതായത് നാളികേരം ഇല്ലാണ്ട്. അങ്ങനെ അത് വെച്ച് കഴിഞ്ഞു. കണ്ടോ കളറൊക്കെ കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിൻ്റെ ഒപ്പം നമുക്ക് ചാറ് മാത്രം മതി കേട്ടോ ഇതിൻ്റെ, ശരിക്കും പറഞ്ഞാൽ കൂട്ടാൻ മൊത്തത്തിൽ കലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല.